സ്പേസ് എക്സ് ഡ്രാഗണിൽ ഭൂമിയിലേക്കുള്ള മടങ്ങിവരവിനൊരുങ്ങുകയാണ് സുനിത വില്യംസും ബുഷ് വിൽമോറും. 2025 തുടക്കത്തിൽ ISSൽ ഡോക്ക് ചെയ്യാൻ ക്രൂ ഡ്രാഗൺ ഷെഡ്യൂൾ ചെയ്തിട്ടുമുണ്ട്. ആരോഗ്യാശങ്കകൾ ലോകം പങ്കുവയ്ക്കുമ്പോൾ ബഹിരാകാശ നിലയത്തിന്റെ കമാൻഡർ സ്ഥാനവും പരീക്ഷണങ്ങളും ക്ലാസുകളുമായി വെരി ബിസിയാണ് ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക. അടുത്തിടെ സുനിത വില്യംസ് എലിമെന്ററി സ്കൂളിലെ വിദ്യാർത്ഥികളുമായ ഒരു വെർച്വൽ സെഷനിൽ ഇടപഴകിയിരുന്നു. ബഹിരാകാശ നിലയത്തിൽ ബഹിരാകാശ യാത്രികർ എങ്ങനെ ജീവിക്കുന്നുവെന്നും ബഹിരാകാശത്ത് അവർ നേരിടുന്ന വിവിധ വെല്ലുവിളികളെക്കുറിച്ചും ഉൾക്കാഴ്ച നൽകുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ ആശയവിനിമയം. സെഷനിൽ ബഹിരാകാശത്ത് ആളുകൾ 0 ഗുരുത്വാകർഷണ സാഹചര്യത്തിൽ ദ്രാവകങ്ങൾ കുടിക്കുന്നതെങ്ങനെയെന്ന് കാണിച്ചു. അതിനിടെ ബഹിരാകാശ നിലയത്തിലെത്തിയ ശേഷം മടക്കവാഹനത്തിന് തകരാർ പറ്റിയതിനാൽ തിരിച്ചെത്താനാകാതെയുള്ള സുനിത വില്യംസിന്റെ വാസം 6 മാസം പിന്നിടുകയും ചെയ്തു. സഹയാത്രികനായ ബുഷ് വിൽമോറും സുനിതയുടെ അതേ വിധിയാണ് നേരിടുന്നത്. ഒരാഴ്ചത്തേക്ക് പോയ യാത്രികരാണ് ഇവർ. അനിശ്ചിതകാലത്തേക്ക് ഇവർ നിലയത്തിൽ കുടുങ്ങി. സുനിത വില്യംസ് US മാസാച്യുസെറ്റ്സിലെ നീഥാമിലാണ് ഈ സ്കൂൾ. ബഹിരാകാശത്ത് താമസിക്കുന്നത് അടിപൊളി അനുഭവമാണെന്നാണ് കുട്ടികളോട് ശുഭാപ്തി വിശ്വാസം സ്മരിക്കുന്ന മുഖത്തോടെ സുനിത പറഞ്ഞത്. ബഹിരാകാശത്ത് ആദ്യം വന്നപ്പോൾ തനിക്ക് അത്ര വിശപ്പില്ലായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ നല്ല വിശപ്പുണ്ടെന്നും 3 നേരം നല്ല അളവിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നും സുനിത കുട്ടികളോട് പറഞ്ഞു. ഇടയ്ക്ക് സുനിതയുടെ ശരീരഭാഗം വളരെ കുറഞ്ഞതും വിവാദമുണ്ടാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ തനിക്ക് ഭാരക്കുറവില്ലെന്നും ഇങ്ങോട്ട് പുറപ്പെട്ടപ്പോഴത്തെ അതേ ഭാരമാണെന്നും സുനിത ഉറപ്പ് നൽകുന്നു. ബഹിരാകാശ നിലയത്തിൽ ലെറ്റ്യൂസ് കൃഷിയും സുനിത ചെയ്തു. ലെറ്റ്യൂസിന്റെ ബഹിരാകാശ സാഹചര്യങ്ങളിലെ വളർച്ച, ഇതിന്റെ പോഷണമൂല്യം തുടങ്ങിയവ വിലയിരുത്താനായാണ് ഇത്. 2 മാസം കൂടി കാത്തിരിക്കേണ്ടി വരും സുനിതയുടെയും ബിഷ്റോമിന്റെയും മടക്കയാത്രയ്ക്ക്. ഇവരെ വഹിച്ചുള്ള പേടകം ഫെബ്രുവരിയിൽ ഭൂമിയിലേക്ക് തിരികെ എത്തുമെന്ന് നാസ പറയുന്നു. ഇവരുടെ കാര്യം സംബന്ധിച്ച് ലോകമെങ്ങും ചർച്ചകളൊക്കെ നടക്കുമ്പോഴും ഇരു യാത്രികരും നല്ല ആത്മവിശ്വാസത്തിലാണ്. ഇരുവരും മുൻ നാവികസേനാ ക്യാപ്റ്റന്മാരും പരിചയസമ്പന്നരായ യാത്രികരുമായതിനാൽ പ്രശ്നമൊന്നുമില്ല. തങ്ങൾ ഇപ്പോഴത്തെ സ്ഥിതി അംഗീകരിച്ചെന്നാണ് ഇരുവരും പറയുന്നത്. ഇടയ്ക്ക് നിലയത്തിന്റെ കമാൻഡർ സ്ഥാനം സുനിതയ്ക്ക് കൈവന്നിരുന്നു. നിലയത്തിലെ ശാസ്ത്ര പരീക്ഷണങ്ങളിലും ദൈനംദിന പ്രവർത്തനങ്ങളിലും സുനിത പങ്കെടുക്കുന്നുമുണ്ട്. എന്നാൽ ബഹിരാകാശത്ത് കുടുങ്ങിക്കഴിയുന്ന ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിന് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന്റെ കമാൻഡർ സ്ഥാപനത്തിനു പുറമെ ഒരു ചുമതല കൂടി ലഭിച്ചിരുന്നു. മൈക്രോഗ്രാവിറ്റിയിൽ കൃഷി സംബന്ധമായ പരീക്ഷണം നടത്തുന്നതിന് നേതൃത്വം നൽകുകയാണ് സുനിത. പ്ലാൻ ഹാബിറ്റാറ്റ് 07 എന്ന പരീക്ഷണം പ്രതികൂല സാഹചര്യങ്ങൾ വളർച്ചയെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് മനസ്സിലാക്കാൻ സഹായകമാകും. ഒപ്പം ദീർഘകാല ബഹിരാകാശ ദൌത്യങ്ങൾ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന പരീക്ഷണമാണിത്. അതിനിടെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ മുൻപും കൃഷിയും പാചകവും ഒക്കെ നടന്നിട്ടുണ്ട്. 2021 ഭൂമിയിൽ നിന്ന് ശീതീകരിച്ചു കൊണ്ടുപോയ ബീഫും തക്കാളിയും മസാലയ്ക്കും സോസിനുമൊപ്പം നല്ല ഫ്രഷ് പച്ചമുളകും കൂടി ചേർത്ത് ടാക്കോസ് എന്ന പലഹാരമുണ്ടാക്കി ബഹിരാകാശ യാത്രികർ ഭക്ഷിച്ചു. ഇതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. ടാക്കോസിൽ ഉപയോഗിച്ച പച്ചമുളക് പിടിച്ചത് ബഹിരാകാശത്ത് തന്നെയാണ്. ബഹിരാകാശ നിലയത്തിൽ നട്ടുവളർത്തിയ പച്ചമുളക് ചെടിയിൽ പിടിച്ച മുളകുകളാണ് ടാക്കോസിനായി ഉപയോഗിച്ചത്. അതിന് 4 മാസം മുൻപാണ് ബഹിരാകാശ നിലയത്തിൽ യാത്രികർ മുളകുചെടി വളർത്താൻ തുടങ്ങിയത്. ഇതിന് വലിയ ശ്രദ്ധ കൈവന്നിരുന്നു. പച്ചമുളകും പഴുത്തു ചുവന്ന നിറത്തിലുള്ള മുളകുകളും ഈ കൃഷിയിലുണ്ടായി. പ്ലാൻ ഹാബിറ്റാറ്റ് 04 എക്സ്പെരിമെന്റ് എന്നായിരുന്നു ഈ പരീക്ഷണത്തിന് നൽകിയ പേര്. 2020 നാസ ബഹിരാകാശത്ത് റാഡിഷുകൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ചിരുന്നു. സ്പേസ് എക്സ് ഡ്രാഗണിൽ ഭൂമിയിലേക്കുള്ള മടങ്ങിവരവിനൊരുങ്ങുകയാണ് സുനിത വില്യംസും ബുഷ് വിൽമോറും. 2025 തുടക്കത്തിൽ ISSൽ ഡോക്ക് ചെയ്യാൻ ക്രൂ ഡ്രാഗൺ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. 2024 ജൂണിൽ ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിലാണ് ഇരുവരും ബഹിരാകാശ നിലയത്തിലെത്തിയത്. സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിൽ ത്രസ്റ്റർ തകരാറുകളാലും ഹീലിയം ചോർച്ചയാലും ക്രൂവിന്റെ തിരിച്ചുവരവിന് സുരക്ഷിതമല്ലാതായി ഇരുവരും അവിടെ കുടുങ്ങിപ്പോവുകയായിരുന്നു. അടുത്തിടെ പുറത്തുവന്ന ചിത്രമാണ് സുനിത വില്യംസിന്റെ ആരോഗ്യകാര്യങ്ങളിൽ ആശങ്കയും ഉയർത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.